ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോ എൻ്റെ പേര് നിതിൻ ചന്ദ്രബാബു, എൻ്റെ കൂടെ സൗമ്യ ടീച്ചറും ഉണ്ട്. ടീച്ചറെ, ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലേ? വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ പ്രൊജക്ട് ഓഫീസറിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നു. അപ്പൊ ഒറ്റ സ്ട്രെച്ചിലാണ് ഇപ്പൊ കുറെ പരീക്ഷകൾ വരാൻ പോകുന്നത് അല്ലെ? കുറച്ച് കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ പഠിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഇതിൽ? ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ എഫർട്ട് കുറഞ്ഞിരിക്കും. നമുക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം മതി. ഇനി കുറെ കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്തായാലും ജനുവരിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എക്സാം. ജനുവരിയിൽ ഏകദേശം എന്തായാലും ഈ വർഷം നമുക്ക് എന്തായാലും പരീക്ഷ ഉണ്ടാവില്ല. സോ ജനുവരി സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഏകദേശം നമുക്കൊരു 6-7 മാസം നമുക്ക് പ്രിപ്പറേഷൻ, ഒരു 6-7 മാസം നമുക്ക് ഏകദേശം നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം അല്ലെ? നോക്കാം. അപ്പൊ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 045/2026 ആണ് അല്ലെ? അപ്പോ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമുക്കൊന്ന് നോക്കാം. എന്താണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 50,200 to 1,05,300 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പൊതുവേ അങ്ങനെ പല പരീക്ഷകളിലും നമുക്ക് അങ്ങനെ കിട്ടാത്ത ഒരു കാര്യമാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പേ സ്കെയിലാണ്. ഏകദേശം 2,00,000 രൂപ എന്ന് പറയുന്നത് ബേസിക് പേ ആയിട്ട് തന്നെ കിട്ടുകയാണ്. അപ്പോ ഇവിടത്തെ വേക്കൻസിയുടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ, എത്രയാണ്? ഒരു വേക്കൻസി ആണുള്ളത്. പക്ഷെ ഇത് കൂടാ. എത്ര വരെ കൂടാം? 5 വർഷത്തെ ഒരു ലാഭം ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. 30+ നമുക്ക് ഏകദേശം ഒന്ന് പ്രതീക്ഷിക്കാം അല്ലെ? ഒരുപാട് നമ്മളിപ്പോ ഫിഷറീസ് ഓഫീസർ പോലെയോ പ്രൊജക്ട് ഓഫീസർ പോലെയോ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു 30+ ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടീച്ചർ, കഴിഞ്ഞ വർഷം ഏകദേശം 46 പേർക്ക് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്, നിയമനം കിട്ടിയിട്ടുണ്ട്. അത് 46 എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നതാണ്. 46 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പോവോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനല്ല അല്ലെ? നമുക്കൊരു ഏകദേശം അത്രയും വരില്ല എങ്കിലും ഇപ്പൊ ഇച്ചിരി കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ ഇപ്പൊ അഡ്വൈസ് ഒക്കെ അയക്കുന്നത്. പക്ഷെ എന്നാലും ഒരു 30+ എങ്കിലും എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എക്സാം വളരെ ടൈറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന ടീച്ചർ ക്വസ്റ്റ്യൻ കണ്ടതാണല്ലോ. ക്വസ്റ്റ്യൻ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സാധാരണ ഉള്ള ഒരു എന്താ പറയുക, ഒരു നിലവാരം കുറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന്റെ അകത്ത് വന്നിട്ടില്ല. നമ്മുടെ കുട്ടികൾ കുറച്ച് മാർക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചില് അതും സുവോളജിക്കാരും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ അത്യാവശ്യം ഹൈ മാർക്സ് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ തന്നെയാണ്. സുവോളജി ആണെന്ന് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞിരിക്കും. അതെ. അത് പലർക്കും ഒരു സംശയമുണ്ട്, ഫിഷറീസുകാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. തീർച്ചയായിട്ടും ഫിഷറീസുകാർക്കാണ് ഒരു അഡ്വാൻറ്റേജ് അല്ലെ? അതിൽ ഇപ്പൊ നമ്മള് എന്താ പറയുക, അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഫിഷറീസുകാരുടെ ഒരു പരീക്ഷ വിളിക്കുമ്പോൾ ഫിഷറീസുകാർക്കാണ് അഡ്വാൻറ്റേജ്. പക്ഷേ സുവോളജിക്കാർക്ക് പഠിക്കാൻ പറ്റാത്ത കണ്ടന്റ് ഒന്നും അല്ല അത്. ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതലും ജോലി കിട്ടുന്ന ഫിഷറീസുകാർക്കായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ സുവോളജിക്കാർക്കും ഇത് കഴിഞ്ഞ ലിസ്റ്റില് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇനിയിപ്പോ വരാൻ പോകുന്നു അല്ലെ? നമ്മുടെ പ്രൊജക്ട് ഓഫീസറിന്റെ നമ്മുടെ ഈ പറയുന്ന ഫിഷറീസ് ഓഫീസറിന്റെ ലിസ്റ്റിലൊക്കെ ഇനിയിപ്പോ നമ്മുടെ കുട്ടികൾ വരാൻ നിൽക്കുകയാണ്. അതും അതിൽ തന്നെ സുവോളജിക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഉയരും. 30+ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പലരും ചോദിച്ച ഒരു സംശയമുണ്ട് ടീച്ചറെ, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ BSc സുവോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ നിലവിൽ വന്നിരിക്കുന്നത് പ്രകാരം BSc സുവോളജിക്കാർക്ക് പറ്റില്ല. അതായത് BSc ഫിഷറി സയൻസ്, BSc അല്ല, നമ്മുടെ ബാച്ചലർ ഡിഗ്രി ഓഫ് ഫിഷറി സയൻസ്, അവർക്ക് മാത്രമാണ് ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പക്ഷെ സുവോളജിയിൽ നമ്മുടെ ഈ MSc ഉള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഇപ്പൊ മറൈൻ ബയോളജി, അക്വാട്ടിക് ബയോളജി അങ്ങനെയുള്ള മേഖലകളിലുള്ള ആൾക്കാർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പക്ഷെ ഡിഗ്രിയാണ് നോക്കുന്നതെങ്കിൽ അത് ഫിഷറി സയൻസ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സുവോളജിക്കാർക്ക് ഇല്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ 36 എന്ന് പറയുന്ന ഒരു നമ്പർ ആലോചിച്ച് ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരുപാട് പേർക്ക് ഇതൊരു അവസരമായിട്ട്
തുറന്നു വന്നിരിക്കുകയാണ് അല്ലെ. ഒരുപാട് പേര് ഇപ്പൊ തന്നെ ബുക്കൊക്കെ മടക്കി ഏകദേശം ഒരു 4-5 വർഷത്തോളമായിട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. പിന്നെ ടീച്ചറെ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ പരീക്ഷ കഴിഞ്ഞ വട്ടം നടത്തി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയ ഒരു പരീക്ഷയാണ് അത്. പലരും അതൊരു നെഗറ്റിവിറ്റി ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ ഈ PSC റിലേറ്റഡ് പരീക്ഷകളൊക്കെ ഇത്തരത്തിലുള്ള പലതരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പൊ ഓരോ പുതിയ പരീക്ഷകളും സെപ്പറേറ്റ് എക്സാം ആയിട്ട് തന്നെ നമ്മൾ അതിൽ പരിഗണിക്കണം അല്ലെ, കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറുടെ പരീക്ഷ വളരെ നന്നായിട്ട് തന്നെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിരിക്കുന്നത്, എല്ലാം വളരെ നല്ലതാണ്. പക്ഷെ അതിന്റെ പേരിൽ പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നോക്കൂ, ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഓക്കെ, ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഇപ്പൊ നമ്മുടെ സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ടീച്ചറെ? PSCയുടെ ഹാങ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നെലിജിബിൾ കാണിക്കുന്നുണ്ട്. അത് ഡിക്ലറേഷൻ നമ്മൾ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ വല്ല ജോലി ഉണ്ടോ, നമുക്ക് വല്ല റിസർവേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലറേഷൻ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ഇന്നെലിജിബിൾ എന്ന് കാണിക്കും, അത് കണ്ട് പേടിക്കണ്ട. നിങ്ങൾ അത് ഡിക്ലറേഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 13-ാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ കോഴ്സ് എടുത്തവർക്ക് അറിയാം നമ്മൾ ഏത് ലെവലിലാണ് ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ പ്രൊജക്ട് ഓഫീസറിന്റെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ടൈം എത്ര കിട്ടും? ഇപ്പൊ നമുക്ക് ജനുവരിയിലാണ് പരീക്ഷ വരുന്നതെങ്കിൽ വീക്കിലി 2 ക്ലാസ്സസ് അല്ലേ സാർ അറേഞ്ച് ചെയ്തേക്കുന്നത്? വീക്കിലി അല്ല, നമുക്ക് ഡെയിലി 2 ക്ലാസ് വെച്ചുണ്ടാവും കേട്ടോ. വീക്കിലി 2 ക്ലാസ് വെച്ച് നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. ഡെയിലി 2 ക്ലാസ് വെച്ചിട്ട് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാലോ ഈ ഒരു MCQ ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസുമായിട്ട് പരിചിതമാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീച്ചർ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പരീക്ഷ, ഇപ്പൊ ഫിഷറീസ് ഓഫീസറിന്റെ പരീക്ഷ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഫിഷറീസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ നിലവാരം എന്ന് പറയുന്നത് എൻറ്റയർലി മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പോലെ അല്ല ഇത്തവണ വരാൻ സാധ്യത. ഇത്തവണ കുറെ കൂടെ നിലവാരം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ സാധാരണ നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, അതായത് ഫിഷറീസ് ഓഫീസറിന്റെ അത്ര വേക്കൻസി ഒന്നും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് വേക്കൻസി അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് മാത്രമല്ല ഇതിന്റെ പേ സ്കെയിൽ നമ്മൾ ഇപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇത് ഫിഷറീസുകാരുടെ ഒരു ഡ്രീം ജോബും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം മാറ്റിവെച്ച് തന്നെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കും എന്നുള്ളതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചർ നമുക്കിനി പറയാനായിട്ട്? നമ്മുടെ സുവോളജിക്കാർക്ക് ഒരു പേടിയുണ്ട് സാർ, നമ്മൾ ഇവരുടെ കൂടെ എത്തുമോ? സുവോളജി അതെ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ ബാച്ചിലെ കുട്ടികൾക്ക് അതിപ്പോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കാരണം സുവോളജിക്കാർക്ക് ഇത് എഴുതി എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയത്തിൽ തന്നെയാണ് നമ്മുടെ ആ ബാച്ചിലും ജോയിൻ ചെയ്തത്. പക്ഷെ അതിലെ അവരുടെ മാർക്ക്, പലരുടെ മാർക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ആ ലിസ്റ്റിൽ എത്താനുള്ള മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഓൾറെഡി ഇവർ പലരും ഈ പ്രൊജക്ട് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിഷറീസ് ഓഫീസറിന്റെ പരീക്ഷ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു ബേസ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോ കൂടുതലൊന്നും പഠിക്കണ്ട എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പരീക്ഷ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സ്റ്റാൻഡേർഡ് നിലവാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ആൾക്കാരെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫിഷറീസ് ഓഫീസറിന് പഠിച്ചതിനേക്കാൾ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. കണ്ടന്റ് ഒക്കെ അത് തന്നെയാണ്, പക്ഷെ നമ്മൾ കുറെ കൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചർ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനൊന്നുമില്ല അല്ലെ? അപ്പൊ കുട്ടികളെ, നമ്മുടെ ഹൈപ്രപ്പിന്റെ നേതൃത്വത്തിൽ ജൂലൈ 13-ാം തീയതി മുതൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി 2 ലൈവ് ക്ലാസ്സുകൾ അത് റെക്കോർഡായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്രിന്റഡ് നോട്ട്സ്, മെന്റർ സപ്പോർട്ട് എല്ലാം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഡിസംബർ കൊണ്ട് നമ്മുടെ പോർഷൻ തീർക്കണം, മാൻഡേറ്ററി ആയിട്ട് തീർക്കണം. പിന്നെ വരുന്ന മാസങ്ങളെല്ലാം നമ്മൾ ജനുവരി ആണ് പരീക്ഷ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പറയുന്നത്.
പിന്നെ വരുന്ന മാസങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിവിഷന് വേണ്ടി മാറ്റിവെക്കാം. റിവിഷൻ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ കുട്ടികളെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.